ഹലോ മക്കളെ, ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാനായിട്ട് ഗൈസ് മാറിപ്പോയല്ലോ, ഇത് മൈക്കല്ല, ഇത് ഗപ്പാണല്ലോ. ഓക്കെ, അപ്പോൾ ഗപ്പിൻ്റെ ആവശ്യമില്ല, നിങ്ങളോട് സംസാരിക്കാം, മൈക്ക് ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷേ അത് പറഞ്ഞപ്പോഴാണ് ഗപ്പ് എല്ലാവർക്കും വേണം അല്ലേ. ഇതൊരു മത്സര ഇനമല്ലാത്തതുകൊണ്ട് ഗപ്പൊന്നും കിട്ടിയില്ല എന്നിവിടെ പറയാൻ പറ്റില്ല. എക്സാം ഒരു മത്സര ഇനം തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇതുപോലുള്ളൊരു ഗപ്പടിക്കണ്ടേ? അതിനെന്താ വേണ്ടേ? നമ്മൾ ഷുവർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നു. ഷുവർ ക്വസ്റ്റ്യൻസിൻ്റെ ഏരിയാസിൽ നിന്ന് നമ്മൾ പറയുന്നു ഈ ഏരിയാസിൽ നിന്ന് നിർബന്ധമായിട്ടും ചോദ്യങ്ങൾ വരും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പ്രീവിയസ് ഇയറിൽ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻ്റ്ലി റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ഏരിയാസ്, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള ഏരിയാസ്, ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിരിക്കും. നമ്മുടെ ഷുവർ ക്വസ്റ്റ്യൻസിൽ ഏരിയാസ് നിർബന്ധമായിട്ട് പഠിച്ചു പോയിക്കോ മക്കളെ. ഒന്നും നോക്കട്ടെ, മാക്സിമം സ്കോറാ. ഓക്കെ, അപ്പോൾ നോക്കിയാലോ. അപ്പോൾ +1 ബിസിനസ് സ്റ്റഡീസിൻ്റെ ഷുവർ ക്വസ്റ്റ്യൻസ് 100% ഷുവർ ക്വസ്റ്റ്യൻസിലേക്ക് നോക്കണം. നമുക്ക് എല്ലാവർക്കും ഇതുപോലെയും ഇതിലും വലിയ ഗപ്പടിച്ചുകൊണ്ട് നമുക്ക് വിജയശ്രീ ലാളിതരായിട്ട് നമുക്ക് വീട്ടിലേക്ക് ചെല്ലണം, നാട്ടിലേക്ക് ഇറങ്ങണം. അപ്പോൾ നോക്കിക്കോ, 1 മുതൽ 3 ചാപ്റ്റർ വരെ ഉണ്ടാവും, പക്ഷേ ലെസ് ഇമ്പോർട്ടൻറ്റ്, പക്ഷേ മോർ ഫോക്കസ് ഓൺ 4 ചാപ്റ്റർ മുതൽ നമ്മുടെ 8 ചാപ്റ്റർ വരെ. അപ്പോൾ എന്തൊക്കെയാണ് നോക്കുന്നത്? ബിസിനസ് സർവീസസ് എന്ന ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് എന്ന് പറയുന്നത് ഒന്ന് ടൈപ്സ് ഓഫ് ബിസിനസ് സർവീസസ്. എന്തായാലും ഉറപ്പാണല്ലോ അല്ലേ. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന കാര്യങ്ങളാണ് ഈ ബാങ്കിങ്ങും ഇൻഷുറൻസും അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, വെയർ ഹൗസിങ്ങും ട്രാൻസ്പോർട്ടേഷനും ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല, ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് 100% ഞാൻ പറയുന്നു. ബാങ്കിങ്ങിൽ നിന്നും ഇൻഷുറൻസിൽ നിന്നും 100% ചോദ്യം വരും, ഒരു സംശയവും വേണ്ട. ബാങ്കിങ് ഇൻഷുറൻസിൽ നിന്നും 100% ക്വസ്റ്റ്യൻസ് വരും. ലൈക്ക് വൈസ് കമ്മ്യൂണിക്കേഷൻസ് ഒന്നും 100% ചോദ്യം വരും, സംശയിക്കണ്ട. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് വരിക? ബാങ്കിങ്ങിൻ്റെ സർവീസസിൽ കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ ഫങ്ഷൻസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഇ ബാങ്കിങ്ങിൽ മൊബൈൽ ബാങ്കിങ്, NEFT, ഈ ഏരിയ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും എത്രയോ തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ്. നമ്മൾ എന്തുകൊണ്ടത് 100% പറയുന്നത്? മോസ്റ്റ്ലി റിപ്പീറ്റഡ് PYQ ആണ്, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് ഇൻഷുറൻസിൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസിൽ നിന്ന് ചോദ്യം വരും. നിർബന്ധം 100% വരും. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് ഇൻഷുറൻസ് പ്രിൻസിപ്പിൾസ് അറിയാം, നിർബന്ധമായിട്ടും വരും അല്ലേ. അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്, ഒബ്രേമി ഫിഡെ അല്ലേ, നിങ്ങൾക്ക് അറിയാം, അതൊക്കെ നിർബന്ധമായിട്ടും വരും. അതേപോലെ തന്നെ ടൈപ്സ് ഓഫ് ഇൻഷുറൻസ്, അതിൻ്റെ ഇടയ്ക്ക് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു ഏരിയയാണ് ഈ ഇൻഷുറബിൾ ഇൻട്രസ്റ്റും അതേപോലെ തന്നെ ഇൻഡെംനിറ്റിയും. ഓക്കെ, അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് വന്നിട്ടില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. ഇൻഡെംനിറ്റിയും ഇൻഷുറബിൾ ഇൻട്രസ്റ്റും വീണ്ടും ഇതേ വരുന്ന ഒരു ബിഗ് 100% ഏരിയയാണ്, ഒരു സംശയം വേണ്ട, വന്നിരിക്കും. ടൈപ്സ് ഓഫ് ഇൻഷുറൻസിൽ പൊതുവെ ചോദിക്കാറുള്ളതൊന്ന് ഈ മറൈൻ ഇൻഷുറൻസ്, അതേപോലെ തന്നെ ലൈഫ് ഇൻഷുറൻസ്. ഫയർ ചോദിച്ചിട്ടുണ്ട്, ഹെൽത്തിനേക്കാൾ കൂടുതൽ ഫയർ ചോദിച്ചിട്ടുണ്ട്. എന്നാൽ ലൈഫും മറൈനും ഇതിലേതെങ്കിലും ഒന്ന് വീണ്ടും ഞാൻ പറയുന്നു 100% 100% ചോദിച്ചിരിക്കും എന്നുള്ളത് മനസ്സിലായി. ഇത് തമ്മിലുള്ള വ്യത്യാസം, ഇതിൻ്റെ ഓരോ ക്യാരക്ടറിലെ ഡിഫറൻസ് എല്ലാം നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചിരിക്കുക. അതേപോലെ തന്നെ എമർജിങ് മോഡ്സ് ഓഫ് ബിസിനസ്സിൽ ഈ ബിസിനസ് എന്താണെന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ സ്കോപ്പ് 100% ചോദിക്കും മക്കളെ. സ്കോപ്പിൽ നിന്ന് ഒബ്ജക്റ്റീവ് മുതൽ അല്ലാത്ത ചോദ്യം വരെ നിർബന്ധമായിട്ടും ചോദിച്ചിരിക്കും. അതേപോലെ തന്നെ ഈ ബിസിനസ്സിൻ്റെ ബെനിഫിറ്റ്, അതേപോലെ തന്നെ ഈ ബിസിനസ്സിൻ്റെ ലിമിറ്റേഷൻസ് രണ്ടും ഒറ്റ ചോദ്യമായിട്ട് ചോദിച്ച സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇനി റിസ്ക് ഇൻ ഓൺലൈൻ ട്രാൻസാക്ഷൻസ് എപ്പോഴും ചോദിക്കാറുള്ളൊരു ചോദ്യമാണ് ഓൺലൈൻ ട്രാൻസാക്ഷനിലെ റിസ്കുകൾ എന്ന് പറയുന്നത്. ഇനി 6 ചാപ്റ്ററിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ് ആൻഡ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഏറ്റവും 100% ചോദിക്കാറുള്ളത് ഒന്ന് ആർഗ്യുമെന്റ്സ് ഫോർ ആൻഡ് അഗെയിൻസ്റ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഇതിൽ ഒന്നുകിൽ ഫോർ അല്ലെങ്കിൽ എഗെയിൻസ്റ്റ് എന്നുള്ള രീതിയിലാണ് ചോദിക്കാറുള്ളത്. ഇനി ടൈപ്സ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്തായാലും ചോദിക്കാം. ഇതിൽ ലീഗൽ എത്തിക്കലൊക്കെ ഒബ്ജക്റ്റീവായിട്ട് ചോദിക്കാറുണ്ട്, ഡിസ്ക്രിപ്റ്റീവായിട്ട് ചോദിക്കാറുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് പലപ്പോഴും ചോദിച്ച് കണ്ടിട്ടുള്ള ചോദ്യമാണ്. ഓരോ എംപ്ലോയീസിനോട്, ഓണേഴ്സിനോട്, ഗവൺമെൻറ്റിനോടൊക്കെ ചോദിക്കാറുള്ള ചോദ്യമാണ്. അതേപോലെ തന്നെ എലമെൻറ്റ്സ് ഓഫ് ബിസിനസ് എത്തിക്സിൻ്റെ ഒരു ഭാഗം അല്ലേ, ചാപ്റ്ററിൻ്റെ ഒരു ഭാഗം തന്നെയാണ് എത്തിക്സ്. അതുകൊണ്ട് എത്തിക്സിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. എലമെൻറ്റ്സ് ഓഫ് ബിസിനസ് എത്തിക്സ് അല്ലെങ്കിൽ വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് ബിസിനസ് എത്തിക്സോ, ബിസിനസ് എത്തിക്സ് എന്താണ് എന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഈ ഫോർമേഷൻ ഓഫ് കമ്പനിയിൽ ഒന്നും നോക്കണ്ട,
ഈ സ്റ്റേജസ് നിർബന്ധം. പ്രൊമോഷൻ, ഇൻകോർപ്പറേഷൻ, ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ ആൻഡ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് നിർബന്ധമാണ്, ഒരു സംശയമില്ല. ഇതിൽ നിന്ന് ഓരോന്നൊന്നും ചോദിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതിൽ തന്നെ പ്രൊമോഷനും ഇൻകോർപ്പറേഷനിൽ നിന്നും കമൻസ്മെൻറ്റിൽ നിന്നൊക്കെ എന്തായാലും ചോദ്യങ്ങൾ വരും. 100% ഉറപ്പാണ്. ഇത് 100 അല്ല, ഞാൻ പറയുന്നു 1000 തവണ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട സാധനം, അല്ലെങ്കിൽ 1000% ഉള്ള സാധനമാണ്. എന്താണ് അല്ലേ? അപ്പോൾ മെമ്മറാണ്ടവും ആർട്ടിക്കിളും പ്രോസ്പെക്ടസും മക്കളെ ചോദിക്കും, നിർബന്ധമായിട്ട് ചോദിക്കും. ഏരിയാസ് നിർബന്ധമായിട്ട് ചോദിക്കും. എന്താണെന്ന് ചോദിക്കും. പിന്നെ കമ്പനിയുടെ ഭരണഘടന ഏതാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഏതാണ്, ഇൻറ്റേർണൽ പിന്നെ ഭരണഘടന ഏതാണ്, ഇനി പുറത്തു നിന്ന് ആളുകളെ സബ്സ്ക്രൈബ് ചെയ്യാൻ, ഷെയർസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്യുന്നത് ഏതാണ്, നിർബന്ധമായിട്ടും ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ ഇൻകോർപ്പറേഷൻ ഓഫ് എ കമ്പനി, ഇതിൽ ഇൻകോർപ്പറേഷൻ്റെ സ്റ്റെപ്സും ലീഗൽ റിക്വയർമെൻറ്റ്സും പലപ്പോഴും ചോദിക്കാറുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇനി സോഴ്സസ് ഓഫ് ബിസിനസ് ഫിനാൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് സോഴ്സസ് ഓഫ് ബിസിനസ് ഫിനാൻസ്. ഇതിൽ ടൈപ്സ് ഓഫ് ബിസിനസ് ഫിനാൻസിൻ്റെ സോഴ്സസിനെ കുറിച്ച് എന്താ ചോദിക്കാറുള്ളത്? ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ സോഴ്സസ് നിർബന്ധമാണ്. 100% ആണ്. 100% ചോദിക്കുന്ന ഏരിയാസ് ആണ് എന്ത്, നമ്മുടെ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ. അതിൽ ഇൻറ്റേർണൽ സോഴ്സിൽ എന്തൊക്കെയാണ് വരുന്നത്? റിട്ടേൺ ഏർണിങ്സ് പോലെയുള്ള കാര്യങ്ങൾ ഇൻറ്റേർണൽ സോഴ്സിൽ വരുമ്പോൾ, നമ്മുടെ എക്സ്റ്റേണൽ സോഴ്സിൽ ഇക്വിറ്റിയും ഡെറ്റും പോലെയുള്ള ഫണ്ടുകളെ കുറിച്ച് ചോദിക്കാറുണ്ട്. നിർബന്ധമായിട്ട് ഡിഫറൻസസ് ഏതാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കി വെക്കുക. അതേപോലെ തന്നെ ഷോർട്ട് ടേം സോഴ്സസിലുള്ള കാര്യങ്ങളെക്കുറിച്ചും എന്ത് ചെയ്യാറുണ്ട്? ബാങ്ക് ക്രെഡിറ്റ്, ഷോർട്ട് ടേം, ലോങ് ടേമിൽ ഇന്ന ഐറ്റം എന്ന് പറയുന്നത് ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ തിരിച്ചറിയുക. ചോദ്യങ്ങൾ പലപ്പോഴും ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാണ്. 3-4 ഐറ്റംസ് തരും, അല്ലെങ്കിൽ 2 ഐറ്റം തരും. അതിൽ ഒരു ഐറ്റത്തിൻ്റെ നേരെ എഴുതും. ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ബാങ്ക് ക്രെഡിറ്റ്, അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ പേപ്പർ, ഷോർട്ട് ടേം. ഓക്കെ, ഇക്വിറ്റി ഫിനാൻസിങ്, വിട്ട ഭാഗം പൂരിപ്പിക്കുക, ഡാഷ്. ചോദ്യങ്ങൾ വരാറുണ്ട്, നിർബന്ധമായിട്ടും മനസ്സിലാക്കി വെക്കുക. ഈ ലോങ് ടേം സോഴ്സസിൽ വരുന്നതാണ് ഇത്രയും ഐറ്റംസ്. അതേപോലെ ഇവിടെയുള്ളൊരു സ്ലീപ്പർ ഉണ്ട്, ഇയാൾ ലീസിങ് ആസ് എ സോഴ്സ് ഓഫ് ഫിനാൻസ്. ഇതിൽ ലീസിങ്ങിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. നിർബന്ധമായിട്ടും ലീസിങ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതാണ് നിങ്ങൾ 100% ഏരിയാസ് എന്ന് പറയുന്നത്. നിർബന്ധമായിട്ട് പഠിച്ചിരിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക, 100% മാർക്ക് വാങ്ങിക്കുക, ഫുൾ മാർക്ക് വാങ്ങിക്കുക, സൂപ്പറായിട്ട് എഴുതുക. അപ്പോൾ ബൈ.